കൃഷി ചെയ്ത് ജീവിക്കാനാണ് നീ എന്തിനാണ് ഓസ്ട്രേലിയ വന്നത്, നമുക്ക് കേരളത്തിൽ സുഖമായിട്ട് കൃഷി ചെയ്ത് ജീവിച്ചുകൂടെ എന്നാണ് എന്നോട് എൻ്റെ വീഡിയോൻ്റെ അടിയിൽ ചിലർ കമൻറ്റ് ചെയ്യുന്നത്. അതായത് കേരളത്തിൽ ഇത്ര നല്ല സുഖമായിട്ടാണ് ആളുകൾ കൃഷി ചെയ്ത് ജീവിക്കുന്നത് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു കേട്ടോ. എനിവേ ഞാനതിനെപ്പറ്റി പറയാം, എന്തിനാണ് ഞാൻ ഓസ്ട്രേലിയ ഒന്ന് കൃഷി ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നുള്ള പറയാം. ഞാനിപ്പോൾ രാവിലെ ഒരു പാരയൊക്കെ എടുത്തുകൊണ്ട് വല്ല വന്നാണ് ഒരു തേങ്ങ പൊതിച്ചിട്ട് എന്തെങ്കിലും ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാമെന്ന് കരുതിയിട്ട്. അപ്പോൾ ഇന്ന് സാറ്റർഡേ ആണ്, അപ്പോൾ നമുക്ക് ഇന്ന് ഫ്രീ ആണ്. അപ്പോൾ സാറ്റർഡേ ദിവസങ്ങളാണ് എൻ്റെ എല്ലാവിധ ആക്ടിവിറ്റീസും ഇവിടെ നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്നാൽ പിന്നെ രാവിലെ തന്നെ ഒരു കേരള സ്റ്റൈൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ തീയതി വന്നതാണ്. അപ്പോൾ ഈ ഒരു സാധനത്തിനകത്ത് നിറച്ച് വെള്ളമാണ് ഇപ്പോൾ ഇതിനകത്ത് കിടക്കുന്നതിന് മറച്ച് കളയട്ടെ, അല്ലെങ്കിൽ കൊതുകുണ്ട് ഇവിടെ, കൊതുക് വരാറുണ്ട്. ഇത് ഞാനിങ്ങനെ മഴ എന്തേലൊക്കെ പെയ്തു എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പുറത്ത് കൊണ്ടേ വെക്കുന്നത്. അപ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും, തലേദിവസം എത്ര മഴ പെയ്തു, അല്ലെങ്കിൽ രാത്രി എത്ര മഴ പെയ്തു, അല്ലെങ്കിൽ ഒരു ദിവസം കൊണ്ട് എത്ര മഴ പെയ്തു നമുക്കൊരു ഐഡിയ കിട്ടും. അതിനുവേണ്ടി കൊണ്ട് വെച്ചേക്കുന്നത് ഇവിടെ അല്ലാത്തതുകൊണ്ടേ സാധാരണ ഞാൻ ഷെഡിനുള്ളിലായിരുന്നു കൊണ്ട് വെക്കുന്നത്. കൃഷി ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഓസ്ട്രേലിയ വിസ കിട്ടുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എനിവേ ഞാൻ വന്ന് കൃഷി ചെയ്യാൻ വേണ്ടിയിട്ടൊന്നുമല്ല, പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ ഇങ്ങനെ ചെറിയൊരു അടുക്കളത്തോട്ടം പോലെ ഉണ്ടാക്കിയേക്കാണ്. കാരണം വേറൊന്നുമല്ല, നമുക്കെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ മലയാളികളാണല്ലോ. അപ്പം നമുക്ക് ഈ തെങ്ങും മാവും ചക്കയും അങ്ങനെയുള്ള കാണുമ്പോൾ നമുക്കൊരു പ്രത്യേകിച്ച് പുറത്തുള്ള ആൾക്കാർക്ക് ഭയങ്കര ഒരു അട്രാക്ഷനാണ്. അപ്പം ഞങ്ങൾ ഖത്തറിലുണ്ടായിരുന്നു കുറച്ച് കാലം, ഉണ്ടായിരുന്നു. പിന്നെ കുറച്ചധികം കാലം യൂറോപ്പിലുണ്ടായിരുന്നു, അത് അയർലൻഡിലുണ്ടായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ നിന്ന് കഴിഞ്ഞപ്പോൾ നമുക്ക് ഖത്തറിൽ ഭയങ്കര ചൂടല്ലേ, നല്ല ചൂടാണ് എപ്പോഴും. ചൂടുകാലത്തൊന്നും പുറത്തിറങ്ങാൻ പറ്റിയല്ലോ. ഇതൊരു പ്രശ്നമാണ് എനിക്ക്. ഇത് എന്നാ സംഭവം എന്ന് പറഞ്ഞില്ല, ഈ തേങ്ങയൊക്കെ ഇങ്ങനെ പൊട്ടിപ്പോവുകയാണ്. അതായത് 3-4 തേങ്ങ പൊതിച്ചെങ്കിൽ ചിലപ്പം ഒരു നല്ല തേങ്ങ കിട്ടുള്ളൂ. ഇതിങ്ങനെ ചെറിയ തേങ്ങയാണ്, പക്ഷെ എന്നാലും അതിൻ്റെ ഉള്ളിൽ വലുപ്പമൊക്കെ ഉണ്ട് കേട്ടോ. ഇതിങ്ങനെ പൊട്ടിപ്പോയി. എന്നാൽ എന്തെങ്കിലും അറിയാമോ നിങ്ങൾക്ക് ഇങ്ങനെ കാരണം ഇതെന്തുകൊണ്ടാണ് ഈ പൊട്ടിപ്പോകുന്നതെന്നുള്ളത്? എനിവേ അപ്പോൾ ഖത്തറിലൊക്കെ നമുക്ക് പുറത്തിറങ്ങാനും പറ്റിയില്ല. പക്ഷെ ഖത്തറിലൊക്കെ അവിടെ ഞങ്ങൾക്കൊരു മുരിങ്ങയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത്രയും ചൂടിനുള്ള മുരിങ്ങയൊക്കെ അവിടെ പിടിക്കാറുണ്ടായിരുന്നു. എനിവേ അപ്പോൾ ഞങ്ങൾ അയർലൻഡിലാണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട, നമുക്ക് ഇതും പൊട്ടിപ്പോയി. നോക്കി 2 തേങ്ങ പൊട്ടിപ്പോയി. ഇത് ഭയങ്കരമാണുള്ളത്. എന്തുകൊണ്ട് ഇത് മൂപ്പ് കൂടിപ്പോയിട്ട് എങ്ങനെ പോകുന്നതാണോ എന്ന് അറിഞ്ഞൂടാ കേട്ടോ. ഇതുകൊണ്ട് ചെറുതായിട്ട്, ഇതിന് വലിയ വലിപ്പമുള്ള തേങ്ങയൊന്നുമല്ല. അപ്പോൾ ഞങ്ങളന്നേരം അവിടുന്ന് തണുപ്പ് കാരണം, അയർലൻഡിൽ തണുപ്പ് കാരണം ഇങ്ങനെ വേറെ ഏത് സ്ഥലത്തോട്ട് നമുക്ക് പോകാൻ പറ്റുന്നതെന്ന് പറഞ്ഞ് 10-15 വർഷം മുമ്പ് അങ്ങനെ 3ാമത്തെ തേങ്ങയും പോയി. ഇതെന്താ സംഭവം എന്ന് പറഞ്ഞുകൂടാ. 1 പിഴച്ചാൽ 3 പിഴയ്ക്കുമെന്നാണല്ലോ. ഇറ്റ്സ് ഓക്കെ. ഇത് കുലുങ്ങുന്നില്ല കേട്ടോ. നാല് തേങ്ങ പോയെ. അപ്പോൾ ഇതൊക്കെ കഴിയുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇങ്ങനെ ഈ തേങ്ങകളൊക്കെ ഇങ്ങനെ നശിച്ചു പോകുമ്പം എന്താ കാരണം എന്നല്ല അറിയാം. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് എപ്സം സോൾട്ടൊക്കെ ഇടാറുണ്ടായിരുന്നു, മഗ്നീഷ്യം മറ്റേത് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് കടലുപ്പൊക്കെ കൊണ്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ഈ വർഷമായിട്ട് ഇട്ടത്, കഴിഞ്ഞ വർഷമല്ലായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഒരു വർഷം മുമ്പ് ഉണ്ടായ തേങ്ങയാണല്ലോ. അപ്പോൾ എനിക്ക് തോന്നുന്നു അതിൻ്റെ ആണോ പ്രശ്നം എന്ന് അറിഞ്ഞുകൂടാ. ഇനി നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. ഒരെണ്ണോടെ പറിച്ചു നോക്കട്ടെ. ഇത് മൂപ്പ് കുറവാണ്, എന്നാലും സംഭവമായിട്ടുണ്ട്. കുറച്ച് കുറവാന്ന് തോന്നുന്നു, ചെറുതായിട്ട് കുലുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ്. ഇനിയിപ്പോൾ അപ്പം ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോൾ ഓസ്ട്രേലിയയിൽ ഇങ്ങനെ ഒരു സ്ഥലം കണ്ടുപിടിച്ചു. ഇവിടെ ടൗൺസിൽ നിന്ന് സ്ഥലം കണ്ടുപിടിച്ചു. അപ്പോൾ അങ്ങനെ കണ്ടുപിടിച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ഒന്നേറെ കാണാൻ പറ്റും, നമുക്ക് നല്ല പച്ചപ്പ് തെങ്ങുണ്ട് എന്ന് കാണാൻ പറ്റും നമുക്ക് ഓൺലൈനിൽ നോക്കിയപ്പോൾ. അന്ന് ഗൂഗിളിലൊക്കെ വലിയ ഇത്രയും കാര്യം ഇൻഫർമേഷൻ ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ നോക്കിയപ്പോൾ കണ്ടു. അപ്പോൾ പിന്നെ ഇവിടെയുള്ള മലയാളി അസോസിയേഷൻ്റെ സെക്രട്ടറിനെ ഞങ്ങൾ വിളിച്ച് സംസാരിച്ച് പുള്ളി പറഞ്ഞ് നല്ല സ്ഥലമാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നത് തന്നെ. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് ഇങ്ങനെ കൃഷിയൊക്കെ ആൾക്കാരൊക്കെ ചേട്ടന്മാരൊക്കെ ഇവിടെ കൃഷിയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. കുറച്ച് കാലത്തേക്ക് പറ്റിയില്ല, കാരണം സ്വന്തം വീടില്ലാതെ നമുക്ക് പാടാണല്ലോ.
സ്വന്തം വീട് വെച്ച് കഴിഞ്ഞപ്പോൾ നമ്മളിവിടെ ഇങ്ങനെ ചെറിയൊരു അടുക്കളത്തോട്ടം പോലെ ഉണ്ടാക്കി. അപ്പം എൻ്റെ ജോലി എന്ന് പറയുന്നത് സോഫ്റ്റ്വെയറിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അപ്പം മൺഡേ ടു ഫ്രൈഡേ വർക്ക് ചെയ്യുമ്പോൾ നല്ല ടെൻഷനാണ്. അപ്പോൾ ആ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇപ്പം വർക്ക് ഫ്രം ഹോം ആകുമ്പം നമ്മൾ ഇടയ്ക്ക് ഇങ്ങോട്ട് പുറത്തിറങ്ങി വരാറൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങോട്ടൊക്കെ വന്നു കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. അതായത് ഈ പച്ചപ്പും കണ്ടിയിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ നല്ലൊരു തേങ്ങ, അല്ല ഇവിടുന്ന് ഒരു എന്തെങ്കിലുമൊക്കെ ഒരു പാവയ്ക്ക കിട്ടിയാൽ എന്നുണ്ടെങ്കിൽ ഓറഞ്ചുകൾ അല്ല ചക്കയൊക്കെ ഉണ്ടായി വരുമ്പോൾ നമുക്കൊരു ഭയങ്കര സന്തോഷമാണ്. ആ ഒരു സന്തോഷം അതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ വന്ന് ഇത് ചെറിയ തോതിലൊക്കെ ഒരു കൃഷിത്തോട്ടം തുടങ്ങി. ഞാനതിൽ തുടങ്ങിയേക്കുന്നത്. ഇഷ്ടംപോലെ ആളുകൾ ഇവിടെ കൃഷിയൊക്കെ ചെയ്യുന്നുണ്ട്. ഇതിനേക്കാൾ വലിയ ഗ്രേഡിലൊക്കെ കൃഷി ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ട് ഇവിടെ. പക്ഷെ നമ്മൾ ചെറിയൊരു കൃഷിത്തോട്ടമൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ നമുക്കൊരു സന്തോഷം ഈ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വന്നു കഴിയുമ്പോഴത്തെ സ്ട്രെസ്സൊക്കെ മാറാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോഴും പിന്നെ ഇവിടെയൊക്കെ ഇറക്കുന്ന അടുത്ത് പറമ്പിലൊക്കെ ഒന്ന് പണിയുമ്പോഴൊക്കെ നല്ല ഒരു സന്തോഷമാണ്. ഈ വാഴയൊക്കെ നിങ്ങൾ കണ്ടതാണ്. ഈ വാഴ ഇപ്പം ഞാൻ ഏത്തവാഴ വെച്ചിട്ടേ ഉള്ളൂ ഇവിടെ. ഏത്തവാഴ വെച്ചിട്ട് ഒരു മാസം പോലും ആയില്ല. അപ്പോൾ ഇതിനൊരു പ്രശ്നമുണ്ട്. ഇവിടെ വേനൽക്കാലം ഭയങ്കരമായിട്ട് കടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കങ്കാരുക്കൾ വന്ന് തിന്നാനുള്ള സാധ്യതയുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ ഇവിടെ നിറച്ചും വാഴത്തോട്ടമായിരുന്നു. മാത്രമല്ല വാഴത്തോട്ടത്തിന് മുമ്പായിട്ട് ഇവിടെ ഞാൻ കാച്ചിൽ, പിന്നെ മധുരക്കിഴങ്ങ്, കപ്പ എല്ലാം ഇവിടെ നട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം പിന്നെ ഒരു 1-2 വർഷം കഴിഞ്ഞപ്പോഴത്തേനും മെല്ലെ പല സ്ഥലത്തും അറ്റാക്കുകൾ വന്നു തുടങ്ങി. ഈ പറഞ്ഞ പോലെ കാട്ടുകോഴിയാണ്, അല്ല കങ്കാരുവാണോ, അതോ എലിയാണോ, അതോ മുയൽ ഇവിടെ ഉണ്ട്. പക്ഷെ അത്ര കാര്യമായിട്ടൊന്നുമില്ല. പന്നി അങ്ങനെ ഇവിടെ കാണാറില്ല. കാരണം പന്നീനൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൊന്നു കളയാറുണ്ട് ഇവിടെ. ഈയിടെ ഒരു ന്യൂസ് ഉണ്ടായിരുന്നു, 1000 പന്നീൻ്റെ എങ്ങാണ്ട് ഇവിടെ വെച്ച് വന്നെന്നും പറഞ്ഞുകൊണ്ടൊരു ന്യൂസ് ഉണ്ടായിരുന്നു. പന്നി ഇവിടെ അത്ര പ്രശ്നമൊന്നുമില്ല. പക്ഷേ കങ്കാരുക്കളാണ് മെയിൻ ശല്യം. പക്ഷേ അവർ ഈ പറഞ്ഞ വാഴയൊക്കെ തിന്നുള്ളൂ. വേറെ ചെറിയ പ്ലാവും തൈയൊക്കെയാണ് തിന്ന് നശിപ്പിക്കും. അപ്പോൾ അതിനെയൊക്കെ ഇപ്പോൾ എങ്ങനെയാണ് തരണം ചെയ്യുന്നതെന്നെല്ലാം ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഈ വാഴയ്ക്ക് ചുറ്റും ചെറിയൊരു വേലി കിട്ടി വെച്ചാൽ മതി. അപ്പം പിന്നെ അത്ര വലിയ പ്രശ്നം വരികയില്ല. അപ്പോൾ അങ്ങ് പറഞ്ഞു വരുന്ന ഇത്രയാണ്. നമ്മൾ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ടൊന്നുമല്ല ഇവിടെ വന്നത് തണുപ്പത്ത് മനുഷ്യൻ മടുത്തു കഴിഞ്ഞപ്പോൾ തണുപ്പില്ലാത്തൊരു സ്ഥലം നോക്കി ഇങ്ങോട്ട് വന്നതാണ്. ഇവിടെ ചൂടൊക്കെ അത്യാവശ്യമുണ്ട്. പക്ഷേ എന്ന് കരുതിയിൽ ഖത്തറിൽ അത്രയൊന്നും ചൂടൊന്നുമില്ല കേട്ടോ. ഖത്തറിൽ നമ്മൾ വേനൽക്കാലത്ത് നമുക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല. പുറത്തിറങ്ങി നമുക്ക് ഉച്ചയ്ക്ക് പോലും വരും. പക്ഷേ ഇവിടെ ഉച്ചയ്ക്കാണെങ്കിലും ഇവിടെ നമുക്ക് പുറത്തിറങ്ങുന്നതിന് കുഴപ്പമൊന്നുമില്ല. അത്ര വലിയ ചൂടൊന്നുമില്ല. പിള്ളേരൊക്കെ ഇവിടെ എല്ലാം പുറത്തൊക്കെ പോയി കളിക്കാറുണ്ട്. പക്ഷേ എല്ലാവർക്കും തൊപ്പിയുണ്ട് കേട്ടോ. തൊപ്പി ഭയങ്കര മസ്റ്റാണ് ഇവിടെ. അങ്ങനെ UV റേസ് ഇവിടെ കൂടുതലുണ്ട്. അതുകൊണ്ട് തൊപ്പിയുണ്ട് പിള്ളേർ. പക്ഷേ പുറത്തിറങ്ങാൻ പറ്റാത്ത അത്രയും ചൂടുകളൊന്നുമില്ല ഇവിടെ. ചില സമയങ്ങളിൽ ചില വർഷങ്ങളിൽ ചിലപ്പോൾ ഭയങ്കരമായിട്ട് ചൂട് കൂടും. അന്നേരത്തേക്ക് നമ്മൾ പുറത്തൊന്നും പിള്ളേരൊന്നും പുറത്തിറക്കാറില്ല. സ്കൂളിൽ നിന്നും ആൾക്കാർ, ടീച്ചേഴ്സിനും എല്ലാം അകത്ത് തന്നെ ഇരുത്താറുള്ളൂ. പക്ഷേ വളരെ റെയറായിട്ടേ ഉള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഒരു 4 മാസം നല്ല ചൂടാണ്, 4-5 മാസം. ബാക്കിയുള്ള സമയങ്ങളിൽ നല്ല കാലാവസ്ഥയാണ്. വലിയ തണുപ്പൊന്നുമില്ല. നമ്മൾ സെറ്ററൊന്നും അങ്ങനെ ഇട്ടുകൊണ്ട് നടക്കുന്ന ആവശ്യമൊന്നും പലപ്പോഴും വരാറൊന്നുമില്ല. എനിവേ, അപ്പം നമ്മളിങ്ങനെ ചെറിയൊരു കൃഷിയും ഇങ്ങനെയൊക്കെ ആയിട്ട് നടക്കുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോസൊക്കെ നിങ്ങളായിട്ട് കാണിക്കുന്നു. ഈച്ച ശല്യമുണ്ട് ഒക്കെ കാണിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് അല്ലാതെ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ടൊന്നുമല്ല നമ്മളിവിടെ വന്നത്. കേരളത്തിന് സുഖമായിട്ട് ആളുകൾ കൃഷി ചെയ്യുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. എനിവേ, നിങ്ങൾ വീഡിയോ ഒക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെറിയ കൃഷീൻ്റെയും ഇവിടുത്തെ കാര്യങ്ങളും പിന്നെ ഓസ്ട്രേലിയൻ കാര്യങ്ങളും പിന്നെ ഇടയ്ക്കൊക്കെ ഞാൻ ജോലി കാര്യങ്ങളൊക്കെ ഇവിടെ ഞാൻ ഷെയർ ചെയ്ത് കൊടുക്കാറുണ്ട് ആൾക്കാർക്ക്. അപ്പം പിന്നെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് ഇങ്ങോട്ട് ഓസ്ട്രേലിയക്ക് വരാനിരിക്കുന്ന ആളുകളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട്. ഏകദേശം 1,10,000 ആളുകളും കണ്ട 110K എങ്ങാണ്ടുണ്ട് അതിനകത്ത്. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് ഇങ്ങനെ മുമ്പോട്ട് പോകുന്നു. ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ഫോളോ ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഓക്കെ, താങ്ക് യു. ഇനിയും വീഡിയോ ഇടാം. ഇടയ്ക്കൊക്കെ വീഡിയോകൾ ഇങ്ങനെ ഇത്രയും വലിപ്പമുള്ള വീഡിയോസ് ഞാൻ അങ്ങനെ ലോങ് ഫോം വീഡിയോസ് അങ്ങനെ ഇടാറില്ല. കാരണം സമയത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാണ്. പക്ഷേ ഇനി കുറച്ച് കാലം കഴിയുമ്പോഴത്തേക്ക് ഇനി കുറച്ച് ലോങ് ഫോം വീഡിയോസും കൂടി ഇടണം. ഓസ്ട്രേലിയയിലെ കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിക്കണം എന്നൊക്കെ ഉണ്ട് ആഗ്രഹമുണ്ട്. താങ്ക് യു. അതുകൊണ്ട് കൂടെ കൂടുക.